കരുതുന്നത്. എന്തായാലും രാഷ്ട്രീയമായി തന്നെ ഇത് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഈ രാമക്ഷേത്ര വിഷയവും ഇന്നത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലെ ബി.ജെ.പിയുടെ പങ്കാളിത്തവും അത് ഈ രീതിയിൽ പ്രചാരണത്തിന്റെ ഭാഗമായി ബി.ജെ.പി ഏറ്റെടുത്തു. ഇതൊക്കെ ബി.ജെ.പി രാഷ്ട്രീയമായി വിലയിരുത്തുന്നുണ്ട്. അത് ഇത്രയും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് വലിയ നേട്ടമായിട്ടാണ് ബി.ജെ.പി കാണുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ വലിയ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ആ പാർട്ടിക്ക് കഴിയും എന്ന് അവർ സ്വയം വിലയിരുത്തുകയും ചെയ്യുന്നു. നേരത്തെ നേടിയ സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ 400ലേക്ക് സീറ്റുകൾ പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലേക്ക് ആ പാർട്ടി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർ രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആർക്കെ, ഇപ്പോൾ മോഹൻ ഭാഗവത് അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ വേദിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് വളരെ വ്യക്തവുമാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങായി തോന്നരുത് എന്ന് കരുതാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ബി.ജെ.പിയുടെ പതാകകളോ അല്ലെങ്കിൽ ബാനറുകളോ വേണ്ടെന്ന് തീരുമാനമെടുക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതേസമയം പ്രവൃത്തി നോക്കുകയാണെങ്കിൽ, നമുക്ക് അവിടെ പങ്കെടുക്കുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിൽ പ്രധാനമായും ആ വേദിയിലുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് ചടങ്ങിൽ പങ്കെടുത്തവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ഒപ്പം ഇന്നേ ദിവസം തന്നെ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നു. ക്ഷേത്ര സന്ദർശനം നടക്കുന്നു. അതിൽ വലിയ നേതാക്കൾ പങ്കെടുക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ക്ഷേത്രത്തിൽ പോകുന്നു, രാജ്നാഥ് സിംഗ് പോകുന്നു, JP നദ്ദ പോകുന്നു. കേരളത്തിലാണെങ്കിലും ദേശീയ നേതാക്കൾ വരുന്നു. അങ്ങനെ സംസ്ഥാനങ്ങളിലെല്ലാം ഒരേ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചടങ്ങുകൾ നടക്കുന്നു, അതും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്. അപ്പോൾ രാഷ്ട്രീയമായ എന്താണ് വിഷയമെന്ന് BJP ഇതിനോടകം അടിവരയിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൗതുകം കൂടി ഇവിടെ വരുന്നുണ്ട്. കോൺഗ്രസും ഇന്ത്യ സഖ്യവും എന്ത് പറഞ്ഞാകും ഇതിനെ നേരിടുക എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇതില് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ രാമക്ഷേത്രത്തിന്റെ ക്ഷണം വന്ന സമയത്ത് തന്നെ രാഷ്ട്രീയമായിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് കഴിഞ്ഞ നാളുകളിൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പിന്തുടർന്ന് വന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ്. ആ മൃദു ഹിന്ദുത്വ സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിലാകും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നാൽ അവരുടെ കാര്യങ്ങൾ പോവുക എന്ന് കണക്കുകൂട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഏതാണ്ട് സോണിയാഗാന്ധി ഈ ചടങ്ങിൽ പങ്കെടുക്കും. കോൺഗ്രസിൽ നിന്ന് 3 പേർക്കാണ് ക്ഷണം ലഭിച്ചത്. അത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധിക്ക്, ഒപ്പം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്. ഒരുപക്ഷെ ഇപ്പോൾ BJP പറയുന്നത് ഈ ചടങ്ങിനെ പൂർണ്ണമായിട്ടും ഈ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അങ്ങനെ വിവരിക്കുമ്പോൾ ഇവിടേക്ക് ഒരു രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഖാർഗെ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ വേദിയിൽ ഒരു സീറ്റ് നൽകേണ്ടി വന്നേനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നിരസിച്ച ഒരു സാഹചര്യത്തിലാണ് എന്നതാണ് BJPയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. അതിനെ മുഖവിലേക്ക് എടുത്താൽ പോലും പക്ഷേ ഇത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സാധ്യത BJPയെ സംബന്ധിച്ച് അനന്തമാണ്. BJP എപ്പോഴും ഈ രാമ വികാരം ജനങ്ങളുടെ മനസ്സുകളിൽ ആളിക്കത്തിയപ്പോഴൊക്കെ BJP കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഡിസംബർ 6-ന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായ സമയം മുതൽ തുടങ്ങി ഇന്ന് വരെയുള്ള കാര്യത്തിൽ നമുക്കങ്ങനെ കാണാം. ഇതിൽ രാഷ്ട്രീയം പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വരും. അതുകൊണ്ട് BJP രാഷ്ട്രീയം പറയുന്നില്ല. മറിച്ച് രാമൻ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയാൽ പിന്നാലെ പാർട്ടിയിലേക്ക് വോട്ടുകൾ വരും എന്ന BJP നേതാക്കന്മാരുടെ ചിന്ത, അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തം. രാമവികാരം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നാൽ ഒരുപക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുന്ന അനുകൂലമായിട്ടുള്ള തരംഗം അത് വലിയ രീതിയിൽ BJPയെ ഗുണം ചെയ്യുന്ന ഒന്നായി മാറും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മോദി പ്രഭാവം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയിച്ചു BJP എന്ന് അവകാശപ്പെടുന്നെങ്കിലും ഈ മോദി വികാരത്തിന്റെ കൂടുതൽ പ്രഭാവം ഉണ്ടായാൽ മാത്രമേ BJP ലക്ഷ്യമിടുന്ന 400 എന്ന സീറ്റിലേക്ക് എത്താൻ പറ്റൂ. മോദി വികാരത്തെ ആളെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക? BJPയെ സംബന്ധിച്ച് അതിനുള്ള ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഉപാധി അവരുടെ മുന്നിൽ ഉള്ളത് അവരുടെ പ്രഖ്യാപിത അജണ്ടകളിൽ നിലയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവർ നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തതിനെ സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക് അവർ പോയിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ മൂന്നാമത്തെ ഏക സിവിൽ കോഡ് എന്ന വിഷയത്തിൽ ഒരുപക്ഷെ ഈ ലോക്സഭാ സമ്മേളനത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. രാമ വിഷയം ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ ഒരു സർക്കാർ എന്ന പ്രതിച്ഛായ BJPക്ക് നൽകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ സാധ്യതകളാകും. ഒരുപക്ഷെ പട്ടിണിയെക്കാളും മറ്റേതെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളെക്കാളും BJPക്ക് ഈ രാമ വികാരം ഈ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ മറ്റേത് പ്രശ്നമുണ്ടെങ്കിലും അതിനെയെല്ലാം അവർ തരണം ചെയ്ത് BJPക്കൊപ്പം നിൽക്കും എന്ന് BJPക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അടിത്തട്ടിൽ ആ പാർട്ടി വളർന്നത് അങ്ങനെയാണ്. അടിത്തട്ടിലെ സംഘടനാ ഘടകങ്ങൾ BJPയുടേത് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് ജയ് ശ്രീറാം വിളികൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ വികാരത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് BJP ഇതുവഴി ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്രസംഗത്തിൽ നിന്ന് തന്നെ സർസംഘചാലക് BJP RSSന്റേത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ഈ സാധ്യതകളിലേക്ക് രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്ന വിധത്തിലേക്കുള്ള ഒരു ഏകീകരണം അടക്കം പറയാവുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളും ഉള്ളത്. അയോധ്യയെ സംബന്ധിച്ച് അയോധ്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വികസനം ഇനി ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള BJP ഇതിനെ രാമനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതിൽ ഉപരി മാറ്റി നിർത്തിയാൽ BJP ഈ വിഷയത്തിൽ നടത്തുന്ന രാഷ്ട്രീയം അല്ലാത്ത വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അയോധ്യയിൽ ഉണ്ടായിരിക്കുന്ന വികസനം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ചൂണ്ടിക്കാട്ടാനായി സാധിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ടാണ് അയോധ്യയിൽ ഈ വിധത്തിൽ ഒരു വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായത്. സരൈവിലടക്കം അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വികസന കാര്യത്തിൽ ഗുജറാത്ത് മോഡൽ എന്നതിന് ഒപ്പം തന്നെ യോഗി മോഡൽ എന്ന രീതിയിലേക്ക് ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് ശേഷം ആരാണെന്ന ചോദ്യത്തിന് പോലും BJP ഉത്തരം ഫലത്തിൽ പറയുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണാൻ. ഇനി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ അവിടെയും ഈ രാമ വികാരം വളരുന്നത് ഗുണം നൽകും എന്ന ഒരു കരുതലിലാണ് BJP ഉള്ളത്. അതാണ്, അതായത് ഈ കൃത്യമായി എന്തായിരിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെല്ലാം ബേസായി വരുന്നത് അയോധ്യയോ അല്ലെങ്കിൽ ശ്രീരാമനോ ഈ ക്ഷേത്രവും ഒക്കെയാണ്. മറ്റ് വിഷയങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല BJP, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം പറയാതിരിക്കുകയാണോ? അതിൽ ഒരു വിശ്വാസക്കുറവ്, ആത്മവിശ്വാസക്കുറവ് ആ പാർട്ടിക്ക് ഇതിനോടകം വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പാർലമെന്റിനകത്ത് നടന്ന ഈ പുകയാക്രമണം, ആ സമയത്ത് അതിൽ പ്രതികളായി പിടിക്കപ്പെട്ട ആൾക്കാർ പറഞ്ഞത് എന്തിനാണ് ഇന്നിങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞ കാര്യം തൊഴിലില്ലായ്മ അതൊരു വലിയ പ്രശ്നമായി രാജ്യത്ത് വരുന്നുണ്ട് എന്നാണ്. അതിൽ തന്നെ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂറൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ അതൊരു വലിയ പ്രശ്നമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ BJP മടിക്കുന്നുണ്ടോ, പേടിക്കുന്നുണ്ടോ? അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മറ്റൊരു വിഷയം, ഈ പറയുന്ന വിശ്വാസവും ആരാധനയും ഒക്കെ ആയി വരുന്ന ശ്രീരാമനും രാമക്ഷേത്രവും ഒക്കെ പിടിക്കുക എന്ന ലൈനിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്? പ്രജിൻ, ഇതിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ നേതാക്കളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അവരുടെ പക്കലുണ്ട്. BJP വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുക. BJP വിരിക്കുന്ന വലയിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പല ഘട്ടങ്ങളിലും കുടുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, ഈ ഉയരുന്ന പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ, അങ്ങനെ ഏറ്റവും ഒരു സർക്കാരിനെ സംബന്ധിച്ച് ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന വിധത്തിൽ നിരവധി ഘടകങ്ങളുള്ള ഒരു രാജ്യമാണ് ഇവിടെ. വിഷയത്തിന് പഞ്ഞമില്ല. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് പറ്റുന്നത് ആ വിഷയത്തിൽ ശ്രദ്ധയൂന്നാനായി സാധിക്കുന്നില്ല. മറിച്ച് BJP ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പിന്നാലെ കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സമീപ നാളുകളിൽ കണ്ടുവരുന്നത്. ഇതാണ് ഈ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും മറ്റും പ്രധാന പ്രതിസന്ധിയായി പലയിടങ്ങളിലും വരുന്നത്. അതിനൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ തെലങ്കാനയിൽ കോൺഗ്രസ് വിജയിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ നേരത്തെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട മുന്നോട്ട് വെച്ചു. കോൺഗ്രസിൻ്റെതായിട്ടുള്ള വികസന കാര്യങ്ങൾ അവരവിടെ പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ ആർജിക്കാനായിട്ട് ആ പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റ് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ അതിന് കോൺഗ്രസ് തയ്യാറാകുന്നില്ല, ഇന്ത്യ ഘടകകക്ഷികൾ തയ്യാറാകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവർക്ക് ശരിക്ക് ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരം നൽകിയിരുന്നതാണ്.
ഈ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ വോട്ട് പെർസെൻറ്റേജ്, നമ്മൾ ജയിച്ചു BJP എന്ന് പറയുമ്പോഴും വോട്ട് പെർസെൻറ്റേജ് എത്രത്തോളം മാറ്റത്തിലാണ് BJP വിജയിച്ചത് എന്നത് നോക്കിയാൽ അവിടെ ജയിക്കാനുള്ള ചെറിയ സാധ്യതകളൊക്കെ BJPക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ ചില ഇടങ്ങളിൽ ഉപയോഗിക്കാമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഈ ഘടകകക്ഷികളായി ഇന്ത്യ ഘടകകക്ഷികളായിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് 2-3% വോട്ടുകളുള്ള പാർട്ടികൾക്ക് അവരെ കൂടി അംഗീകരിപ്പിക്കാതെ വലിയ ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർക്ക് ആ തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ അവലോകനം ചെയ്യുന്ന രീതിയിൽ കോൺഗ്രസിനും ഇന്ത്യ കക്ഷികൾക്കും ഉണ്ടാകുന്ന പാളിച്ച, ഫ്ലോർ മാനേജ്മെന്റിൽ BJPയെ പോലെ മിടുക്കുള്ള മാനേജർമാർ അവർക്കില്ലാത്തതിന്റെ വലിയ പ്രശ്നം. ഇപ്പോൾ സംഘടനയുടെ കാര്യമെടുത്താൽ സംഘടനാപരമായി BJPയെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അജണ്ട വരച്ചു നൽകാനും സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാനും ഒക്കെ BJPയെ സംബന്ധിച്ച് അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ RSSന്റേതായിട്ടുള്ള ആളുകൾ BJPക്കുള്ളിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കേഡർ സംവിധാനമാണ്. ആ കേഡർ സംവിധാനത്തിന്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയെ നേരിടാൻ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ജനാധിപത്യ പാർട്ടിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അജണ്ടകൾ ജനപ്രിയമായിരിക്കണം. ജനങ്ങൾ ആ പാർട്ടിയെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വരണം. ഇവിടെ അഴിമതി എന്ന വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ പ്രതീകവൽക്കരിക്കുന്ന വിധത്തിലേക്ക് കോൺഗ്രസിന് ഒരു പ്രതിച്ഛായ നൽകാൻ നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അതിന് ഈ BJPക്കും ഒപ്പം ഈ ഭരണകക്ഷിക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പല കേസുകളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യം ചെയ്യൽ അഥവാ കേന്ദ്ര ഏജൻസികൾ ദുരുപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനെ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി.